ഒറ്റയ്ക്കിരിക്കുമ്പോഴുള്ള ഭയം മിക്കവാറും ആളുകളിൽ ഉള്ളതാണ്. ചിലർക്കതിനെ അതിജീവിക്കാൻ കുറച്ച് മനഃശക്തി ഉണ്ടായിരിക്കും, പക്ഷേ ഭയം ഉള്ളതാണ്. എന്തുകൊണ്ട്? സൃഷ്ടിയാരംഭകാലത്ത് ബ്രഹ്മാവിനുണ്ടായ ഭയമാണത്. അതുകൊണ്ട് തന്റെ സൃഷ്ടികളിലെല്ലാം ആ ഭയമുണ്ട്. ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഒരു ഭയം. സൃഷ്ടിക്കാൻ നിയോഗിച്ചു, ബ്രഹ്മാവിനെ അയച്ചു. ബ്രഹ്മാവ് വന്ന് ആലോചിച്ച് നമുക്ക് ആരെയും കാണുന്നില്ല, ഒറ്റയ്ക്കിരിക്കും. പെട്ടെന്നുള്ളൊരു ഭയം. അപ്പോഴാണ് ഞാൻ എന്തിനാ വന്നത്, എവിടെയാ വന്നത്, എതിലെയാ വന്നതെന്നൊക്കെ ആലോചിച്ച് അനേക വർഷം സഞ്ചരിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അതൊക്കെ സൃഷ്ടിയിലുള്ളതാണ്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതാണ്. സൃഷ്ടിയാരംഭകാലത്തുണ്ടായ ആ ഭയം ഇപ്പോഴും ആളുകളിലുണ്ട്. ജയ്ശുഭാനന്ദം. ബ്രഹ്മാവിന്റെ ഭയം ബൃഹദാരണ്യകോപനിഷത്തിൽ പരാമർശിക്കപ്പെടുന്ന ഒരു പ്രധാന സംഭവമാണിത്. സൃഷ്ടിയുടെ ആരംഭത്തിൽ ബ്രഹ്മാവ് പ്രപഞ്ചത്തിൽ തനിച്ചായിരുന്നു. ആ കൊടും ഏകാന്തതയിൽ അദ്ദേഹത്തിന് പെട്ടെന്ന് ഭയം അനുഭവപ്പെട്ടു. ഭഗവാൻ ഇവിടെ പറയുന്നത് പോലെ ബ്രഹ്മാവ് വർഷങ്ങളോളം അലഞ്ഞു. എന്നാൽ പിന്നീട് അദ്ദേഹം സ്വയം ചിന്തിച്ചു, ഇവിടെ ഞാനല്ലാതെ മറ്റാരും ഇല്ലല്ലോ, പിന്നെ ഞാൻ എന്തിനെയാണ് ഭയപ്പെടുന്നത്? ഈ തിരിച്ചറിവ് വന്ന നിമിഷം അദ്ദേഹത്തിന്റെ ഭയം മാറി. ഈ ഉപനിഷത്തിലെ ഒരു പ്രധാന ശ്ലോകമാണ് ദ്വിതീയാത് വൈ ഭയം ഭവതി. ഇതിൽ ദ്വിതീയാത് മറ്റൊന്നിൽ നിന്ന്, ഞാൻ കൂടാതെ മറ്റൊരാൾ അല്ലെങ്കിൽ വേറൊന്നുകൂടി ഉണ്ട് എന്ന തോന്നൽ, ദ്വൈതം, അതാണ് ദ്വിതീയാത്. വൈ എന്നത് തീർച്ചയായും അത് ഉറപ്പിച്ചു പറയുന്നതിന് വേണ്ടിയിട്ടുള്ള സംസ്കൃത പദമാണ്. ഭയം അതെല്ലാവർക്കും അറിയാം. ഭവതി ഉണ്ടാകുന്നു അല്ലെങ്കിൽ സംഭവിക്കുന്നു. അതായത് രണ്ടാമതൊരാൾ അഥവാ അന്യനുണ്ടെന്ന് തോന്നുമ്പോഴാണ് ഭയം ഉണ്ടാകുന്നത്. ആ ഭയം മാറ്റുവാൻ നമ്മൾ എന്ത് ചെയ്യണം? ഭയമില്ലാത്ത അവസ്ഥയിലാകണം, അഭയം ഉണ്ടാകണം. ആരിലേക്കാണ് നമുക്ക് അഭയം തരുന്നത്? ഭയമില്ലാതാകണമെങ്കിൽ നമ്മൾ ദൈവത്തോട് ചേർന്നിരിക്കണം. ആ ദൈവത്തോട് ചേർന്ന് കഴിയുമ്പോൾ നമുക്ക് ഭയമില്ല. ആരും ഒരു ആശ്രയം ഇല്ലാതെ അലഞ്ഞൊരു കാലം അഭയം നൽകിയ എൻ്റെ അഖിലേശ്വര. ഭയമൊഴിഞ്ഞ് അഭയം ഉണ്ടാവുകയുള്ളൂ. അപ്പോ ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാൻ ഉന്നതമാകുന്ന ഈ നിയമം മാത്രം മതി. നിയമബന്ധിതമായ ഈ ലോകത്തിൽ ആത്മാവിലേക്ക് എത്തുവാനുള്ള നിയമത്തെയാണ് ആത്മനാഥൻ വന്ന് അവതരിപ്പിച്ചു തന്നിരിക്കുന്നത്. ഇതിനെ പാലിച്ച് നമ്മൾ നിരന്തരം ജീവിക്കുമ്പോൾ നമ്മളിൽ അഭയമുണ്ടാകുന്നു. ആത്മനാഥൻ നമ്മളോടുകൂടി വാഴുന്നു, ശുഭാനന്ദം അനുഭവിക്കുന്നു. ഭയം മാറാൻ ഭഗവാൻ ഈ പറഞ്ഞ പോലെ അഭയമുണ്ടാകണം. നമ്മൾ ഭഗവാനിൽ ലയിക്കണം. നമ്മളും ഭഗവാനും രണ്ടല്ല ഒന്നാണെന്നുള്ള അവസ്ഥയിൽ എത്തിച്ചേരണം. നമ്മൾ ഈശ്വരനിൽ ലയിക്കുമ്പോൾ ഭയം പൂർണ്ണമായും ഒഴിവാകുന്നു. ജയ് ശുഭാനന്ദം.